സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ എപ്പിസോഡ്. എത്ര? അവനിൽ സകലത്തിലും സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. മതി. വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. വിശ്വാസത്തിൽ സമ്പന്നരാക്കിയെന്ന് യാക്കോബ് പഠിപ്പിക്കുന്നു. ഇന്നത്തെ പ്രവാചകന്മാർ പറയണ കേൾക്കണോ? ഈ കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പറയണ കേൾക്കണോ? ആര് പറയണ കേൾക്കണം നമ്മൾ? അതുകൊണ്ടാണ് ഇന്നത്തെ പ്രവാചകന്മാർ പറയുന്നത് മുഴുവൻ കണ്ടം ചെയ്ത് ദൂരെ കളയുന്നത്. ആ കാശിന് കൊള്ളത്തില്ല, അതൊന്നും പുസ്തകമായിട്ട് നിരക്കുന്നില്ല. എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ ബാംഗ്ലൂർ കുറെ പേട്ട് പിള്ളേരുണ്ട്, ഉചാന്താടി വെച്ച് നടക്കുന്നത്. അതൊക്കെ പറയുന്നത് ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരും ചോദിക്കുക, എന്താ പറയുന്നത്? നമ്മളെല്ലാം ദൈവം അനുഗ്രഹിക്കാൻ പോവാ. ഇതുപോലെ 6 പോഷത്വം വേറെ വല്ലതും ഉണ്ടോ? പണ്ടൊരു സഹോദരൻ ബോംബെയിൽ വന്ന് പ്രസംഗിച്ചു എന്നാണ് കഥ. ഒരു വയസ്സനായ ദൈവദാസൻ ഈ ചെറുക്കനെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു. അതിങ്ങനെയാണ് കഥ. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു, ദൈവം നിന്നെ നന്മകളാൽ നിറയ്ക്കുന്നു, ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, ദൈവം നിന്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി കൊടുക്കുന്നു, ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അപ്പച്ചൻ ചെന്ന് പയ്യെ ചെവി ചെന്നിട്ട് പറഞ്ഞു, സഹോദര, എഫെസ്യർ 1-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അപ്പം നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. നീ പിന്നെ ഈ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തർത്ഥത്തിലാന്ന് ചോദിച്ചു. സംഗതി ചെറുക്കൻ ആകെ വിഷമിച്ചു. ചിന്ന പയ്യന്മാരാന്നേ പൊത്തോടുത്തോണ്ട് ഇറങ്ങിയിരിക്കുന്നത് പ്രസംഗിക്കാൻ. പണ്ട് എസ്രയേക്കാളും 5-6 വയസ്സുള്ള കൊച്ചു ശുക്രന്മാർ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പനും അമ്മയും ഈ കൊച്ചുങ്ങളെ കൊണ്ടു കിടന്ന് പ്രസംഗിച്ച് കാശുണ്ടാക്കി. ഈത്തുകൾ കുറച്ച് വാക്യങ്ങളൊക്കെ പറയും, ഇല്ലെന്ന് പറയുന്നില്ല. അടിസ്ഥാനപരമായി ഉപദേശം പറഞ്ഞു വരുമ്പോൾ ഉപദേശത്തിൻ്റെ ഒരു മണ്ണാങ്കെട്ട് നിങ്ങൾക്ക് അറിയത്തില്ല. അനുഗ്രഹിക്കുന്നു, പിടിപ്പിക്കുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ പറയും. അവസാനം ഈ പിള്ളേരെ കൊണ്ട് കാശുണ്ടാക്കി അവസാനം പിശാച് വിഴുങ്ങി. ഇപ്പോൾ ഈ പിള്ളേരും ഇല്ല, അമ്മയില്ല, തള്ളയില്ല, എല്ലാം പോയി, എല്ലാം നശിച്ചു. കാരണം പുതിയ ശിഷ്യൻ അരുതെന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ശിഷ്യൻ ആരാണെന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെ പഠിച്ചെടുക്കണം നമ്മൾ. ഒരു ഗുരുവിൻ്റെ കൂടെ നടന്ന് നല്ല വചനജ്ഞാനമുള്ള ഗുരുവിൽ നിന്ന് വചനം അഭ്യസിച്ച് ഗുരുവിനെ പോലെ ആ ശിഷ്യന് മതിയെന്നുള്ള നിലയിൽ വചനം പഠിച്ചു വരുന്നവർക്കേ വചനം പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും കയറി ഗുരുക്കന്മാരായാൽ. നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇവിടെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ നടക്കുന്ന ഇപ്പം എന്താ നടക്കുന്നത്? കേരളത്തിൽ എന്താ നടക്കുന്നത്? സുബോധം നഷ്ടപ്പെട്ട ഒരു മന്ത്രി ആഭ്യന്തരത്തിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ആഭ്യന്തരം മുഴുവൻ കലങ്ങി മറിഞ്ഞ് നാശമായി. കേരള ജനത പൊട്ടിത്തെറിക്കുന്ന ഒരു തീക്കുണ്ടങ്ങളായി മാറി. അവർ പറയുക പോലീസിൻ്റെ കയ്യും കാലും ഞങ്ങൾ വെട്ടുവന്ന്. അവർ പറയുക, ജനം കേസുകാർ പറയുക, കാക്കി ഊരി പുറത്തിറങ്ങി വരുമ്പോൾ നിന്റെ കയ്യും കാലും ഞങ്ങൾ വെട്ടുവന്ന്. എന്താ കാര്യം? ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ കരുത്തുറ്റ ലീഡർഷിപ്പ് നമുക്ക് ഡിഫൻസിലില്ല, ആഭ്യന്തര വകുപ്പിലില്ല. ഒരാൾ മുഖ്യമന്ത്രി ഇരുന്നുകൊണ്ട് ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയും. എന്ത് നോക്കിക്കോളാൻ പറയും? ക്യാൻസറും പിടിച്ച് കൊടുത്ത് ചാകാതിരിക്കുന്ന മനുഷ്യൻ 6 മാസം കൂടുമ്പോൾ അമേരിക്കയിൽ പോയി ചികിത്സ ചെയ്തിട്ട് വരും. ഇവിടെയുള്ള അണികളെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചോണം. ഇതെന്ത് നീതി? ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഭാഷയല്ല, മറ്റുള്ളവർ പറയുന്നത് എടുത്തു പറയുക. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മീയ ഗോളത്തിലും ശരിയായ ലീഡർഷിപ്പ് എടുക്കാൻ ദൈവവചന പരിജ്ഞാനമില്ലാതെ ദൈവമാക്കി വയ്ക്കാത്തവരെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ൽ അവൻ ചിലരുടെ അപ്പോസ്തലന്മാരായി, ചിലരുടെ പ്രവാചകന്മാരായി, ചിലരുടെ സുവിശേഷകന്മാരായി, ചിലരുടെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. 5 വിധിയിലുള്ള നിയമം 4ഉം 5ഉം ആയിട്ട് പഠിപ്പിക്കുന്നു. ആയിക്കോട്ടെ, ദൈവം നിയമിച്ച ശുശ്രൂഷ വൃന്ദങ്ങൾ ആത്മീയ ഗോളത്തിലെ ലീഡർഷിപ്പിൻ്റെ തലപ്പത്ത് വരുന്നില്ലെങ്കിൽ ആത്മീയ ഗോളം ജീർണിച്ച് പുഴുക്കുത്തു പിടിച്ച് നശിച്ച് നാമാവിശേഷമായി തീരും. യാതൊരു സംശയവുമില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. പാസ്റ്റർ, ഒരു ഉദാഹരണം പറയാം. ദൈവപുരുഷനായ മോശ പ്രമാണം വാങ്ങാൻ പർവ്വതത്തിലേക്ക് പോയപ്പോൾ ലീഡർഷിപ്പ് ആർക്ക് കൊടുത്തു? അഹരോന് കൊടുത്തു. അഹരോന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളത് പറയുക, അഹരോൻ ഏറ്റെടുത്തു. ഈ മുടിഞ്ഞവൻ എന്താ ചെയ്തത്? എൻ്റെ പെണ്ണുങ്ങളുടെ കഴുത്തേ കിടന്ന കാതയെ കിടന്ന എല്ലാം കൂടി വലിച്ചു. ഇന്നത്തെ അങ്ങനെ തന്നെയല്ല. ഇന്ന് തോത്തറാഴ്ച ഇടാൻ കാശില്ലെങ്കിൽ
കാതേ കിടക്കുന്ന, കഴുത്തേ കിടക്കുന്ന, കയ്യേ കിടക്കുന്ന, മൂക്കിൽ കിടക്കുന്ന, നാക്കിൽ കിടക്കുന്നത് ഒക്കെ ഊരിയിട്ടോ ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് പറയുന്നവരുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ, കള്ളന്മാർ, കള്ളപ്രവാചകന്മാർ. പൗലോസ് പറയുന്ന ആരുടെയും വെള്ളിയും പൊന്നും ഞാൻ മോഹിച്ചിട്ടില്ല. ഇവിടെ വെള്ളിയും പൊന്നും മതി, കെട്ടുകണക്കിന് പണവും മതി. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചർച്ച ഉണ്ട്. അവിടെ ഒരു സ്വോത്രാഴ്ച പാത്രം, ഒരു കൊച്ചിനെ അതിൽ അടക്കാം. അതിൽ ആ സ്വോത്രാഴ്ച പാത്രത്തിൽ ഇല്ലേ, ഒരു കൊച്ചിനെ അടക്കാം അതിൻ്റെ ഉള്ളിൽ. അതുപോലെ ചവപ്പട്ടിയെ പോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കുക. കാശ് ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുക. എത്ര പണം വീണാലും ഇങ്ങനെ ഒഴുകി അതിൻ്റെ ഉള്ളിലേക്ക് ആ സംവിധാനമൊക്കെ പുള്ളി ചെയ്തു വെച്ചേക്കുക. അത് മാത്രമല്ല വിചിത്രം, അത് പൂട്ടി അതിൻ്റെ ചാവി പുള്ളിയുടെ പാൻറ്റിൻ്റെ ഇതിൽ കൊളുത്തിയിട്ടിരിക്കുക. ആരും എടുക്കരുത്, ആർക്കും കൊടുക്കില്ല. കാശ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ആവശ്യം വരുമ്പോൾ വന്നെടുത്ത് ചെലവഴിക്കും. ഇതൊക്കെ എവിടത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ? ശരി, അതൊക്കെ ചെയ്തോ? വചനം പഠിപ്പിക്കുന്നുണ്ടോ? സ്വോത്രാചന്റെ ശാംശം ഒക്കെ മേടിച്ച് തിന്നോ? പത്യവചനം, പത്യോപദേശം പഠിച്ച് ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞനാക്കി നിർത്തുന്നു? ഇല്ല. പിന്നെന്താ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലീഡർഷിപ്പ് മോശ പോയ സ്ഥാനത്ത് അഹരോൻ ചില ദിവസങ്ങൾ അത് ഏറ്റെടുത്തു. അവിടെ സംഭവിച്ചത് എന്താണ്? എന്താ സംഭവിച്ചത്? 3000 പേര് ചത്തു മലന്നു. ഇല്ലേ? ശരിയല്ലേ? ആ ഗുണം പിടിക്കാത്തവന്റെ 2 മക്കള്, സംഖ്യാപുസ്തകം 10-ാം അധ്യായം, അലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണെന്ന് തോന്നുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണമെന്നുള്ള ഹൃദയത്തിൽ ഒരു പ്രേരണ കിട്ടി, അതുകൊണ്ടാ പറയുന്നത്. അല്ലെങ്കിൽ പറയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം, എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബിഹൂബും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗമിട്ട് അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി തങ്ങൾ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. പാസ്റ്റർ അഹരോന്റെ 2 മക്കൾ, തലതിരിഞ്ഞ മക്കൾ, അന്യാഗ്നി കത്തിച്ചു. ഇന്ന് പാസ്റ്റർമാരുടെ മക്കളിൽ 100-ൽ 90-ഉം തലതിരിഞ്ഞു പോയെന്ന് പറഞ്ഞ സത്യം സത്യം സത്യം. അല്ല, എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനും ഉണ്ട് തലതിരിഞ്ഞു പോയി. പറയണ എന്താ കുഴപ്പം? അവരും കേൾക്കട്ടെ. തലയൊന്നും കൊയ്ത് കളയത്തില്ല. അത് പറഞ്ഞ സത്യമല്ലേ പറഞ്ഞു. 28-30 വയസ്സ് വരെ വളർത്തിയെടുത്തിട്ട് അപ്പൻ്റെ അമ്മയുടെ അനുവാദം കുടിക്കാതെ പോയി കല്യാണം നടത്താന്ന് പറഞ്ഞാൽ തലതിരിവല്ലാന്നുണ്ട്. പിന്നെ എന്താ? നല്ല ജോലിയുണ്ട്, വീടൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ആള് നരയത്തിൽ പോകൂലേ? ഞാനൊരു ദർശനം കണ്ട് അവനോട് പറഞ്ഞു, നീ നരയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നോട് സ്നേഹമൊക്കെയാ, പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ എനിക്ക്? മടങ്ങി വരണ്ടേ അവൻ? യഥാസ്ഥാനപ്പെടണ്ടേ? അപ്പൊ ഞാൻ സ്വർഗത്തോടെ നിന്നോട് പാപം ചെയ്തെന്ന് പറഞ്ഞു പോയി ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ടില്ലേ നരകത്തിൽ തന്നെ പോകും. അതിനെന്താ കുഴപ്പം? ഹല്ലേലൂയ. പാസ്റ്റർ അഹരോന്റെ 2 മക്കളെ ദൈവം അഗ്നി ദഹിപ്പിച്ചു കഴിഞ്ഞില്ലേ? തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തൊക്കോണം ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് പറഞ്ഞ കൽപ്പന അങ്ങനെ തന്നെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഈ അഹരോന്റെ മക്കൾക്ക് വന്നതുപോലെ വരുമെന്ന് ഞാൻ പ്രസംഗിച്ചാൽ എന്താ കുഴപ്പം? മോശയോട് കൽപ്പിച്ചത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാരോട് ഞാൻ പറയുന്നു, കർത്താവ് കൽപ്പിച്ചതാണ് ശിഷ്യന്മാർ ചെയ്തത്. നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ച പ്രമാണം തന്നെ ജനത്തെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതല്ലേ ശരി? അല്ലാതെ വന്നാൽ ഞങ്ങളെ ദഹിപ്പിക്കത്തില്ല. ഫലമില്ലാത്തതിനെ കൂട്ടിയിട്ട് അവസാനം തീയടിക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് പഠിക്കാനിടയായി. ഫലമില്ലാത്ത വൃക്ഷത്തെ എന്ത് ചെയ്യും? വെട്ടിക്കൂട്ടി തീയിലിടും. അത് നരകം. ഇനി ഈ 16-ാം അധ്യായമോ, ലേവ്യർ 16-ൽ സംഭവിച്ച എന്താ? ഇതൊക്കെ വിശ്വാസികൾ 100 പ്രാവശ്യം കേൾക്കുമ്പോഴേ ഒരു പ്രാവശ്യം ഹൃദയത്തിൽ കയറത്തുള്ളൂ. അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തെന്തെന്നാൽ, കൃപാസനത്തിനു മീതെ മേഘത്തിൽ താൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യരുത്? വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിലുള്ള കൃപാസനത്തിന്റെ മുൻപിൽ എല്ലാ സമയത്തും വരരുതെന്ന് അവനോട് പറയണമെന്ന് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു. മക്കള് പൊന്നോമനപുത്രന്മാർ 2 തീ കൊണ്ടുപോയി. ഇനി നിന്നെയും അഗ്നി വിഴുങ്ങാതിരിക്കാൻ കൃപാസനത്തിന് മുൻപാകെ നീ എപ്പോഴും വരരുത്. അനുസരണക്കേട്
അവനിൽ കണ്ടതുകൊണ്ട് ദൈവം പറയുന്നതാ. ഇതൊന്നും ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ ചെവിയിലോട്ട് കയറിയിട്ടുമില്ല. അവരുടെ പുസ്തകത്തിൽ ഇതൊന്നും ഇല്ല. എനിക്കങ്ങനെ തോന്നിപ്പോവുക ജീവിതവും പ്രസംഗമൊക്കെ കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ പറയുക, മടങ്ങി വരാം യാക്കോബിന്റെ ലേഖനത്തിലേക്ക്. വിശ്വാസത്തിൽ സമ്പന്നരായി. 1 കൊരിന്ത്യർ 1:6 സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത പ്രാപിച്ചു. ഹല്ലേലൂയ. ഇനി അടുത്ത് 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായം ഒന്ന് വായിച്ച്. 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ അങ്ങോട്ട് വായിച്ചു വന്നേ. 2 കൊരിന്ത്യ അറിയിക്കും. കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ മക്കോദോന്യ സഭ കടന്നുപോയിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ ഇടയായി തീർന്നു. മതി. മക്കോദോന്യ സഭ പോയത് ഏത് അവസ്ഥയിൽ കൂടിയാ? മക്കോദോന്യ സഭ പോയത് എങ്ങനെയാ? കഷ്ടത എന്ന കഠിന ശോധനയിൽ. ഇന്നത്തെ പെന്തക്കോ സഭകൾ പോകുന്നത് ഏതിലൂടെയാ? സമ്പൽ സമൃദ്ധിയുടെ മടിത്തട്ടിൽ. സഭ ഈ ചാരിറ്റബിളിന് വേണ്ടി ചെലവഴിക്കുന്ന ലക്ഷങ്ങളാണ്. നല്ല കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആത്മീയ സമ്പന്നതയുണ്ടോ? ചോദ്യം അതാ. വിശ്വാസത്തിൽ നിങ്ങൾ സമ്പന്നരാണോ? സന്തോഷ സമൃദ്ധി നിങ്ങൾക്കുണ്ടോ? ലോകത്തിന്റെ മീഡിയയിലും ടി വിയിലൊക്കെ ഇരുന്ന് ഈ കോമിക്സ് ഒക്കെ കണ്ട് ചിരിക്കുന്നതല്ലാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവരാജ്യം ഭക്ഷണമാനിയുമല്ല, നീതി സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമുക്കുണ്ടോ? ആത്മാവിൽ സന്തോഷിക്കുന്നവരാണോ ഇവരെ? ചാരിറ്റബിളിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ഇവരുടെ ആത്മീക സന്തോഷം എത്രത്തോളമുണ്ട്? ദൈവമക്കളെ, നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുക. മക്കോദോന്യ സഭ ദാരിദ്ര്യത്തിലൂടിപ്പോയ സഭയായിരുന്നു. അവർക്ക് മിഷണറിമാരെ അയക്കാനും അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും കഴിയുന്നില്ല. പക്ഷേ യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വരുന്നവരെ, പടിയടച്ച് പിണ്ടം വെച്ച യഹൂദ പാരമ്പര്യമുള്ള ആ കാലഘട്ടത്തിൽ യഹൂദ മതത്തിൽ നിന്നും വിജാതീയരായിട്ടുള്ളവരിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വരുന്നവരെ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് വിട്ടപ്പോൾ അവരെ അപ്പോസ്തലന്മാർ ചേർത്തുകൊണ്ടു. അവർക്ക് വേണ്ടി ഒരു സ്തോത്ര കാഴ്ചയും ഒരു വഴിപാടുമായിട്ട് അപ്പോസ്തലന്മാരെ പറഞ്ഞ് എല്ലാ സഭകളിലും ഫണ്ട് റേസ് ചെയ്ത സമയത്ത്, ഇന്നത്തെ ഫണ്ട് റേസിംഗ് ഒന്നുമല്ല, ഇന്നത്തെ ഫണ്ട് റേസ് ചെയ്ത് വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ LDF ഗവൺമെൻറ് സ്വത്രം ഫണ്ട് റേസ് ചെയ്തിട്ട് ഇന്നും അതിനർഹിക്കുന്നവരുടെ കയ്യിൽ കിട്ടാതെ കിടക്കുന്ന എത്രയോ കഥനകഥകൾ കേൾക്കാം. KK ജോയി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൻ, ഒരു പയ്യനെ ഫണ്ട് റേസ് ചെയ്ത് CPM-കാരുടെ ആ പ്രവൃത്തി അന്യായമായിരുന്നു, ആ ഫണ്ട് ശരിയായ നിലയിൽ വിനിയോഗിച്ചില്ല, അവരത് പകുത്തെടുത്തു എന്ന് പറഞ്ഞ് ആ ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്തപ്പോൾ അവനെ തല്ലിക്കൊന്നു. യൂട്യൂബിൽ ഓടുന്നുണ്ട് ആ ചരിത്രം. KK ജോയി 5 വർഷമായ ആ മനുഷ്യൻ നിയമ പോരാട്ടത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. എൻ്റെ മകനെ കൊന്നവരെ അകത്താക്കുന്നവരെ, സർവീസിൽ നിന്ന് പുറത്താക്കുന്നവരെ ഞാൻ അടങ്ങില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ കണ്ണുനീരോടുകൂടി, ഒരു അച്ചായന KK ജോയി, മോൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. സ്വത്രം. ദൈവമക്കളെ കേട്ടോ, കള്ളക്കണക്കെഴുതി മേടിച്ചു, ചോദ്യം ചെയ്തപ്പോൾ തല്ലിക്കൊന്നു. പൗലോസ് സത്യം പുറകോട്ട് ശത്രുവായി പോയി. ഇന്നും ഈ ശത്രു ഈ വക കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നെയും തല്ലിക്കൊല്ലുമായിരിക്കും നാളെ. എന്നാൽ അത് നടക്കട്ടെ, അതുവരെയും പറയാമല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനിത് പറഞ്ഞു? അഹരോൻ്റെ 2 മക്കളെ ദൈവം ഈ ലോകത്തിൽ നിന്ന് മാറ്റി. അഹരോനെയും മാറ്റാതിരിക്കാൻ ദൈവം ആലോചന മോശയ്ക്ക് കൊടുക്കുകയാണ്. ദൈവപ്രമാണം ലംഘിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പിടിക്കപ്പെടും. കാരണം യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും കൂടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പിടിക്കപ്പെടും സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഇത്ര വേദനയോടെ ഞാൻ പറയുന്നത്. പാസ്റ്റർമാരും സെക്രട്ടറിമാരും ഖജാൻജിമാരും കൗൺസിൽ മെമ്പർമാരും കോടിക്കണക്കിന് രൂപ ഫണ്ട് സഭയിൽ വരുമ്പോൾ അത് മുടക്കി കൺവെൻഷൻ നടത്തി അതിൻ്റെ ഓഹരി പറ്റുന്ന മാന്യന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പിടിക്കപ്പെടുന്ന നാളുകൾ അതിവിദൂരമല്ല.
നിങ്ങൾ പിടിക്കപ്പെടുകയും നിങ്ങളുടെ ആത്മാക്കൾ നിത്യമായ നാശത്തിലേക്ക് പോകുമെന്നുള്ള വേദനയോടെ ഞാൻ വിളിച്ചു പറയുന്നു. അരുത്. സത്യസന്ധമായ നിലയിൽ കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ പിടിയിൽ നിങ്ങൾ അമർന്നു പോകും. മനുഷ്യനോട് പാപം ചെയ്താൽ കുഴപ്പമില്ല. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ നശിച്ചു പോകും. സ്തോത്രം. അത് വേറൊരു വിഷയവുമനുബന്ധിച്ച് ഒരു പാസ്റ്റർ, ഒരു പഴയ നിയമത്തിലൊരു പാസ്റ്ററെ കുറിച്ച് പറയുന്നത്, ശൗൽ എന്ന് പറഞ്ഞ പാസ്റ്ററിനെ കുറിച്ച് പറയുന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീകമായ സമ്പത്ത് വേണം പ്രാപിച്ചെടുക്കാൻ, ഭൗതിക സമ്പത്തല്ല. 3 സമ്പത്തിനെ കുറിച്ച് നമ്മളിവിടെ പഠിച്ചു. വിശ്വാസത്തിൽ സമ്പന്നരാക്കി, യാക്കോബിൻ്റെ ലേഖനം 2:5. 1 കൊരിന്ത്യർ 1:6 സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി. 2 കൊരിന്ത്യർ 8:1, 2 വാക്യങ്ങൾ വായിച്ചപ്പോൾ അതിൽ സന്തോഷ സമൃദ്ധിയുള്ള മക്കെദോന്യ സഭ. ഈ സന്തോഷ സമൃദ്ധിയുള്ള സഭ, ആത്മീകമായ ദൈവികമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള സന്തോഷ സമൃദ്ധിയുള്ള സഭ ഇന്ന് ലോകത്തിൽ എവിടെയുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ സന്തോഷം. ഇല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് കുറേ പണമുണ്ട്, നമുക്ക് കുറേ രാഷ്ട്രീയ പിടിപാടുള്ള കമ്മിറ്റി അംഗങ്ങളുണ്ട്, നമുക്ക് കുറേ സ്വാധീനമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യവും നടക്കത്തില്ല. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ബയോഡാറ്റ അല്ല, നമ്മുടെ ജീവിത ചരിത്രം മുഴുവൻ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകാത്തവരെ നല്ലവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം നിന്നെ ന്യായം വിധിക്കുമ്പോൾ നീ കുറ്റക്കാരനെന്ന് കണ്ടാൽ നിന്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ഒന്നും പറയാനില്ല. അത് അവതാളത്തിലാകുമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അടുത്ത കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം, സമ്പന്നതയെക്കുറിച്ച് ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്ത് പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ പൗലൂസ് പോരാട്ടം കഴിക്കുക, പൗലൂസ് കഷ്ടത്തിലായിരിക്കുക. എന്തിനാ? കൊലോസിലെ വിശ്വാസികൾ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് എത്ര ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ ഇച്ഛിക്കുന്നു. പൗലൂസ് പോരാട്ടം കഴിക്കുന്നത് കൊലോസിലെ വിശ്വാസികൾ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്ത്. ഇന്നത്തെ പാസ്റ്റർമാരെന്തിനാ പോരാട്ടം കഴിക്കുന്നത്? 10 ചക്രം ഉണ്ടാക്കാനുള്ള പോരാട്ടം, കസേര കിട്ടാനുള്ള പോരാട്ടം, പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, സെക്രട്ടറി സ്ഥാനത്തേക്ക്, ഖജാൻസി സ്ഥാനത്തേക്ക് ഇലക്ഷൻ നടത്തുമ്പോൾ 10,000 രൂപ കൊടുത്താൽ 10,000 രൂപ കൊടുത്ത് വോട്ട് മേടിക്കുന്ന മാന്യന്മാരാണ് നമ്മുടെ തലപ്പത്തിരിക്കുന്നത്. ഇവരെയൊക്കെ എന്തിനു കൊള്ളാം? രാഷ്ട്രീയത്തിലിരിക്കുന്നവരെക്കാളും ജീർണിച്ചവരാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവരെല്ലാം സഭയ്ക്ക് പുറത്താക്കാതെ സഭയ്ക്ക് രക്ഷയില്ല. രാഷ്ട്രീയത്തിൽ ഒരു വലിയ ശുദ്ധീകരണത്തിന് വേണ്ടി ജനം മുറവിളിയിടുന്നു. അതുപോലെ ആത്മീയ കോളത്തിലുള്ള വിശ്വാസികളോട് കിടന്ന് അലമുറയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്ക്. നമ്മുടെ നേതൃത്വ നിരകൾ ശുദ്ധീകരണത്തിലേക്ക് വരുന്നില്ലെങ്കിൽ സഭകൾ മുഴുവൻ നശിച്ച് നാമാവിശേഷമാകും. ഹല്ലേലൂയ, സ്തോത്രം. എത്ര സമ്പന്നത നമ്മൾ പഠിച്ചു! സകല വനത്തരത്തിൽ പരിജ്ഞാനത്തിൽ സമ്പന്നത, വിശ്വാസത്തിൽ സമ്പന്നത, സന്തോഷ സമൃദ്ധി, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണയുടെ സമ്പത്തും. അതെങ്ങനെ നമുക്ക് നേടാൻ പറ്റും? എൻ്റെ ചോദ്യം അതെങ്ങനെ നേടാൻ പറ്റും? കർത്താവിൽ വേരൂന്നണം. കൊലോസ്യർ 2:7 വായിച്ച 7. കൊലോസ്യർ 2 ഹല്ലേലൂയ 6 വായിക്കാറ്. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മ നടപ്പിൻ. അടുത്ത, അവനിൽ വേരൂന്നി ആത്മവർദ്ധന പ്രാപിച്ച് നിങ്ങൾ ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ. അപ്പോൾ കർത്താവിൽ വേരൂന്നണം.
വേരൂന്നി ആത്മീയ വർധന പ്രാപിക്കണം. കർത്താവിൽ ആശ്രയിക്കുന്നത് ഭൗതിക വിഷയങ്ങൾ നേടാനല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, വസ്തു മേടിക്കുക, കാറ് മേടിക്കുക, ലോറി മേടിക്കുക, അതിനല്ല കടന്ന് തലയെറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. അത് ദൈവരാജ്യം ദൈവരീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് യോഗ്യമായ നിലയിൽ കർത്താവ് തരും. എന്നാൽ കർത്താവിൽ വേരൂന്നി ആത്മീയവർദ്ധന പ്രാപിക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആത്മീയവർദ്ധന പ്രാപിക്കുക, ആത്മീയ നിറവ് പ്രാപിക്കുക, കൃപാവരങ്ങളെ പ്രാപിക്കുക, ദൈവശക്തിയെ പ്രാപിക്കുക, പിശാചിനോട് തന്ത്രങ്ങളോട് അടുത്ത് നിൽപ്പാൻ കഴിയും ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് പോരാടാനുള്ള ആത്മശക്തി പ്രാപിക്കുക, ആത്മഫലത്താലും വരത്താലും നിറയപ്പെടുക. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മീക സമ്പത്ത്. ആത്മാ ഫലത്താലും വരത്താലും നിറയപ്പെടുക. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയജീവിക്ക് വിരുദ്ധമായി ഒരു ന്യായപ്രമാണമില്ല. അപ്പൊ ആത്മാവിൻ്റെ ഫലവും ആത്മാവരങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആത്മീകമായി സമ്പന്നരാകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തിൽ കിടക്കുക. വെളിപ്പാട് 3:17-18 ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞ് കർത്താവ് അവനോട് പറഞ്ഞു, ദരിദ്രനും നഗ്നനും കുരുടനും അരിഷ്ടനും നിർഭാഗ്യവാനും എന്നറിയാതിരിക്കുക. 3 ദാരിദ്ര്യത്തെ കാണിക്കുന്നത്: ആത്മീക കുരുടൻ, ആത്മീക ദരിദ്രൻ, ആത്മീക നഗ്നൻ. തന്നിമിത്തം അരിഷ്ടനും നിർഭാഗ്യവനുമായി തീർന്നു പുതിയ നിയമസഭ ലബോദിക്കുക. കർത്താവിൻ്റെ വരവിന് മുൻപ് ഈ ഭൂമിയിലുള്ള സഭകളുടെ ആത്മീയ നിലവാരമാണ് അത് കാണിക്കുന്നത്. സ്വത്രം. അതുകൊണ്ട് വാത്സല്യ പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ ഈ പഠിപ്പിക്കലിലേക്ക് നമ്മൾ വരണം. അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലിലേക്ക് സഭ വരണം. അല്ലാതെ സഭയ്ക്ക് ആത്മീക സമ്പത്ത് പ്രാപിക്കാൻ കഴിയില്ല. അവർ പറയുന്ന ഉപദേശത്തിൽ നമ്മൾ നിൽക്കണം. നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളും നമ്മുടെ സഭായോഗവും നമ്മുടെ ഉപവാസ പ്രാർത്ഥനയും നമ്മുടെ കൺവെൻഷൻ മീറ്റിങ്ങും നമ്മുടെ കോട്ടേജ് മീറ്റിങ്ങും നമ്മുടെ ഏത് ആത്മീയ കൂടിവരവും അത് അനുഗ്രഹമായി തീരണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൊണ്ട് സഭകളെ പോഷിപ്പിക്കണം. യാതൊരു വിട്ടുവീഴ്ചയില്ല. അതാ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത, വിശ്വാസത്തിൽ സമ്പന്നത, സന്തോഷ സമൃദ്ധി, ക്രിസ്തു വന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും. ദൈവവചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും നമ്മളത് പ്രാപിച്ചെടുക്കണം ദൈവസന്നിധിയിൽ ഇരുന്ന്. അടുത്ത സമ്പന്നത 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. 2 കൊരിന്ത്യർ 4:7. എനിക്ക് ഈ വാക്യങ്ങളെല്ലാം കാണാതെ അറിയാം, പക്ഷേ ഞാനത് നിങ്ങൾ വായിക്കാൻ വേണ്ടി പറയുക. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമൊന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലാകുന്നുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് സഹോദരന്മാരെ നിക്ഷേപമായിട്ട് ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഓരോ രാജ്യത്തുള്ള ഡോളറും ഒക്കെ കൊണ്ടുവന്ന് മാറ്റി ഇന്ത്യൻ മണിയാക്കി ബാങ്കിൽ കൊണ്ടുവന്ന് ഡബ് ചെയ്ത് നമ്മൾ നിക്ഷേപമായിട്ട് ഇന്നത്തെ ഇന്ത്യക്കാർ വിശ്വാസികളും ലോക മനുഷ്യരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നിക്ഷേപമായിട്ട് ബാങ്കിൽ ഇട്ടിരിക്കുക. പ്രിയ KP യോഹന്നാൻ സാറ് ഇന്ത്യയുടെ അപ്പോസ്തലനായിട്ട് ഞാൻ ഹൃദയത്തിൽ കൊണ്ടു നടന്ന മനുഷ്യൻ 16,000 കോടി സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ട് അയാൾ എങ്ങോട്ട് പോയി? അപകട മരണം എല്ലാവർക്കും സംഭവിക്കാം, പക്ഷെ കയ്യിൽ അംശവടി പിടിച്ചു. പാമ്പിൻ്റെ രൂപമുള്ള അംശവടി പിടിച്ചപ്പോൾ ഇയാൾ ദൈവപൂർവ്വം നഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ മനസ്സിലാക്കി. ഒറ്റ പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. അംശവടി വലിച്ചെറിഞ്ഞവൻ അംശവടി പിടിച്ചെടുത്തു. അംശവടി കൈ വന്നപ്പോൾ 16,000. ഷിബു BDK എന്നും പറഞ്ഞൊരു IPCയിലെ ഒരു കരുത്തനായ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പഴയ പ്രസംഗം കേട്ടാൽ നമ്മൾ പേടിച്ച് വിറയ്ക്കും. ഇവരെ സാത്താൻ ഈമ്പി വലിച്ചു ഇട്ട് പഴയ ഓർത്തഡോക്സ് സഭയിലേക്ക് തിരിച്ചുപോയി. അവിടെ കിടന്നുകൊണ്ട് പെന്തക്കോസ്തുകാരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടാൽ പിശാചിനെ കാണുന്നതിന് തുല്യം. ഇത് ഞാൻ പറയുന്നതല്ല, ചില പാസ്റ്റർമാർ പറയുന്നത്. ഞാനത് സെക്കൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാം. മറ്റുള്ളവർ പറയുന്നത് ഞാൻ എടുത്തു പറയുക ചെയ്യുന്നു. എനിക്ക് എൻ്റെ ഭാഷകളില്ല. ഈ പറഞ്ഞതൊക്കെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളാണ്. ഇതുപോലെയൊന്നും അല്ല പറയുന്നത്, ഇതിനേക്കാൾ എത്രയോ ഹീനമായ നിലയിലാണ് പറയുന്നത്. ഞാനത് കുറച്ച് ഒരു ശകലം മാന്യത കൊടുക്കുക. കാരണം കുറച്ച് നാൾ പുസ്തകമൊക്കെ എടുത്ത് പാസ്സായി നിന്നില്ലേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വത്രം, നമ്മുടെ സമ്പത്ത് എന്താണെന്ന്
വായനത്തിലൂടെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ വായിച്ചു 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിൽ അത്രേ പകർന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി, അല്ലെങ്കിൽ ആ നിറവ്, ആത്മനടത്തിപ്പ്, അത് ഒരു നിക്ഷേപമായിട്ട് അപ്പോസ്തലൻ കാണാനിടയായി തീർന്നു. സ്തോത്രം, സ്തോത്രം. ഒരു നിക്ഷേപമായിട്ട് കാണാനിടയായി. നിക്ഷേപം നമ്മൾ എവിടെയാ സ്വരൂപിക്കുന്നത്? ബാങ്കുകളിലല്ലേ, ട്രഷറികളിലല്ലേ കൊണ്ട് സൂക്ഷിക്കുന്നത്? അതുപോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടവരായി തീരണം. പരിശുദ്ധാത്മാവിലുള്ള ശക്തിയും അതിൻ്റെ കൃപകളും വരങ്ങളും അനുഗ്രഹങ്ങളും അത് ആത്മീകമായ ഒരു നിക്ഷേപമായിട്ട് ഓരോ പെന്തക്കോസ്തുകാരനും കരുതണം. മരുഭൂമി പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കോടികളല്ല. കുവൈറ്റ് വാർ നടന്നപ്പോൾ നടന്ന സംഭവം അറിയണോ? കുവൈറ്റ് വാറിൽ നടന്ന സമയത്ത് കുവൈറ്റിൽ 30-40 വർഷം ജോലി ചെയ്തിരുന്ന കേരളീയരായിട്ട് ഭാര്യ ഭർത്താക്കന്മാര് അവർ തിരിച്ചു പോരാൻ നേരത്ത്, ആ സമയത്താണ് യുദ്ധം നടന്നത്. അവിടെയുള്ള ബാങ്കുകളെല്ലാം പൂട്ടി, അവിടെയുള്ള ബാങ്കുകളെല്ലാം നശിപ്പിച്ചു. കംപ്ലീറ്റ് നശിച്ച് നാമാവിശേഷമായി. അവരുടെ റെക്കോർഡ് മുഴുവൻ പോയി. കുവൈറ്റ് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന ദമ്പതികളുടെ പണം, എത്രയോ ദമ്പതിമാരെ, അവർ പറയുന്ന എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് അവർക്ക് നഷ്ടമായി. അവസാനം അവർ കുവൈറ്റിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് മാനസിക രോഗികളായി ഭ്രാന്തിമാരെ പോലെയാണ് അവിടെ നിന്ന് ഇവിടെ കയറി വന്നെന്നാണ് ഞാൻ കേട്ടത്. എന്താ കാര്യം? ഭൗതികമായ സമ്പത്തിൽ അവരാശ വെച്ചപ്പോൾ അത് നഷ്ടമായപ്പോൾ അവർ മെൻ്റൽ പേഷ്യൻ്റായി. അവർ ആയുസ് മുഴുവൻ അധ്വാനിച്ചതാ. ഞാനതിനെ കുറ്റം പറയുന്നില്ല. രക്തം വേർപ്പാക്കിയ കാശ അത് നഷ്ടപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? മാനസിക രോഗികളായി, വിഭ്രാന്തി കാണിക്കുന്നവരായി മാറി. ഇനി ഇവിടെയൊക്കെ ഒന്ന് മാതാപിതാക്കളെയൊക്കെ കണ്ട് പണ്ടൊക്കെ അയച്ചു കൊടുത്തതൊക്കെ ഉള്ളതൊക്കെ നോക്കുക, അതിലങ്ങ് സംതൃപ്തരാകേണ്ടി വന്നു. അതിൽ വിശ്വാസികൾ ഉൾപ്പെടെ ഉണ്ടെന്ന് പറയുമ്പോൾ എത്ര നമ്മൾ അതിനെക്കുറിച്ച് സ്വതന്ത്രം ചിന്താകുലരായി തീരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നിക്ഷേപമായി കാണുമ്പോൾ, ആത്മീകമായ അനുഗ്രഹങ്ങളെ നിക്ഷേപങ്ങളായി കാണുമ്പോൾ, ഈ ലോകത്തിൻ്റെ ഭൗതികം നഷ്ടപ്പെട്ടാൽ നമുക്ക് നിരാശ ഉണ്ടാകത്തില്ല. വാക്യമുണ്ടോ? ഉണ്ട്. സ്തോത്രം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. തടവുകാരോട് സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. ഇങ്ങനെയുണ്ട്. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു. ഒന്ന് കൈവിട്ടു പോകുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠം എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാലേ നമുക്ക് ആശ്വാസം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അതാ ഈ വിശ്വാസികൾക്ക് സംഭവിച്ചത്. പഴയ നിയമം പുതിയ നിയമം ഭക്തന്മാർക്ക് സംഭവിച്ചു. ഇന്നത്തെ പെന്തക്കോസ്തുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇന്നത്തെ ഉള്ളവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. വിശുദ്ധന്മാരായി ജീവിച്ച് മൺമറഞ്ഞു പോയ പഴയ നിയമ പുതിയ നിയമ ഭക്തന്മാരുടെ ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അവരുടെ ഹിസ്റ്ററി. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു. ഹല്ലേലൂയ. ഇനി 11-ാം അധ്യായത്തിൻ്റെ 13 മുതൽ ഒന്ന് വാക്യം വായിച്ചു വന്നോട്ടെ. 11-ാം അധ്യായത്തിൻ്റെ എബ്രായർ 11-ന്റെ 13 മുതലുള്ള വാക്യങ്ങൾ ഇതൊന്നും തെളിയിക്കാനാ. ഇവരെല്ലാവരും വാഗ്ദത്തം പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അടുത്ത് ഇങ്ങനെ പറയുന്നവർ ഒരു പുതുദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാനിടയുണ്ടായിരുന്നു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ശ്രദ്ധിക്കുക ദൈവമക്കളെ, വലിയ മിസ്റ്ററി പറയാൻ പോവുക.
അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം വിട്ടുപോകുന്നതിനെ ഓർത്തില്ല. മോശയെ ഓർത്തില്ലെന്ന് മോശയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുക, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തൊരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവാസികളായി ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ടും ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായിട്ട് അവർ കാത്തിരുന്നു. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം അവർക്ക് കിട്ടണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവർ കാത്തിരുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തില്ല. അവരുടെ പഴയ ജീവിതത്തിൻ്റെ പ്രതാപനെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല. കാരണം എന്താ? അവർ സ്വർഗീയമായത് കാക്ഷിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും മുമ്പോട്ട് പോയത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി അവരോട് കാത്തിരുന്നത്. അവർ അത് കണ്ട് അഭിബന്ധിച്ചു എന്ന് പറയുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ആ പുതിയ നിയമ യെരൂശലേം പഴയ നിയമ ഭക്തന്മാർ കണ്ടുകൊണ്ടാണ് അവര് സ്വത്രം എന്ത് ചെയ്തത്? വിട്ടുപോകുന്നത് ഓർക്കാതെ, അല്ലെങ്കിൽ അതിൽ വ്യാകുലപ്പെടാതെ, സ്വർഗീയമായത് കാക്ഷിച്ചുകൊണ്ട് അവരത് കാത്തിരുന്നു. ആ പുതിയ യെരൂശലേം ഞങ്ങൾക്ക് അവകാശമായി കിട്ടും. ഇത് യെരൂശലേമിനെ കുറിച്ച് പാട്ടും പാടി നടക്കുന്നതല്ലാതെ വല്ല പ്രത്യാശയുണ്ട് ഉള്ളിൽ? നവ യെരൂശലേം പാർപ്പിടം തന്നിൽ, ആ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ. നവ യെരൂശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുമെൻ മനസ്സും മോദമോടെന്നും. ചാക്കാല വീട്ടിൽ പോയി ശവത്തിന്റെ മുമ്പിൽ ഇരുന്ന് പാടിയാ പോരാ, ജീവനോടിരിക്കുമ്പോൾ പാടി സന്തോഷിക്കണം സഹോദരന്മാരെ. അതൊക്കെ ഹല്ലേലൂയ, സ്തോത്രം. മരണ വീട്ടിൽ പാടാൻ വെച്ചിരിക്കുക പല നവയെരൂശലേമിലെ പാട്ട്. ഉത്തലാമെരുശലേമിൽ എത്തും കാലമോർക്കുമ്പോൾ ഇധരയിൽ ക്ലേശമെല്ലാം മാഞ്ഞു പോകുമേ, കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം. ആ പാട്ടൊക്കെ പാടി സന്തോഷിക്കണം ജീവനോടിരിക്കുമ്പോൾ. അല്ലെ ചാക്കാല വീട്ടിൽ പോയി പാടാതിരിക്കുകയില്ല. ഏതെങ്കിലും ഒരുത്തൻ ഗുണം പിടിക്കാതെ ഒരുത്തൻ ചത്തുപോയി അവൻ്റെ മുമ്പിൽ ഇരുന്ന് പാടുകയായിരുന്നു. അവനീ പാട്ട് കേട്ടിട്ടുമില്ല, അവനീ പാട്ടെഴുതിയ ആൾക്കാരെ അറിയത്തുമില്ല, അവനിൻ്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കാതെ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിക്ക് രൂപാന്തരം പ്രാപിക്കും എന്നുള്ള വാക്യം പോലും 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം വായിച്ച് കേട്ട് പഠിക്കാത്ത വിശ്വാസി ചത്തുപോയാൽ അവൻ്റെ മുമ്പിൽ പോയിരുന്ന് പാസ്റ്റർമാർ പറയുകയാണ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. മരണത്തെ വെല്ലുവിളിക്കാൻ പൗലോസ് എടുത്ത് പറഞ്ഞ വാക്യങ്ങൾ ഒരു പ്രത്യാശയില്ലാത്ത ജനം കേട്ടിട്ട് എന്ത് പ്രയോജനം? എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. അതുകൊണ്ട് ഞാൻ വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ രക്ഷയും സ്നാനവും അഭിഷേകവും പ്രാപിച്ച് ആത്മശക്തി ആർജിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആർജിക്കുമ്പോൾ നമ്മൾ വലിയ ആത്മശക്തിയുടെ നിക്ഷേപങ്ങളുള്ളവരായി തീരുകയാണ്. ഈ ലോകത്തിൻ്റെ ഭൗതികം വാരിക്കോരി കൂട്ടി അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലും നമ്മുടെ വിശ്വാസികൾ പോയി വാരിക്കോരി കൂട്ടി അവിടെ പറമ്പുകളായി ഏക്കറുകളായി റബ്ബർ തോട്ടങ്ങളായി ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ട് ഇവർക്കൊരു സ്വസ്ഥതയില്ല. ഇന്നാലൊരു പാസ്റ്റർ പറയണ്ട, ഇവർക്കടെ അപ്പനും അമ്മയും കൂട്ട് പട്ടിയാണെന്ന്. വെമ്പട്ടി ആമ്പട്ടിയും പിന്നെ എങ്ങാണ്ട് കിടന്നൊരു പന്ന വേലക്കാരനും അവൻ തിന്ന് ചീർക്കുക. പറമ്പിൽ വീണുപോകുന്ന തേങ്ങയും ചക്കയൊക്കെ എടുക്കാൻ ആളില്ല, അയൽവക്കക്കാർ കൊണ്ടുപോയി തിന്നുക. അവർ വിദേശത്ത് കിടന്ന് കാശുണ്ടാക്കുക. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നിർത്തിയിട്ട് കർത്താവിൻ്റെ വരവായി, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള ആത്മശക്തി ആർജിച്ചെടുക്കുക. വിശ്വാസത്തിൽ സമ്പന്നരാകുക, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകുക, സന്തോഷ സമൃദ്ധിയുള്ളവരാകുക, സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുക. ക്രിസ്തു എന്ന ദൈവവനത്തിൻ്റെ പൂർണ്ണത വിവേകപൂർവ്വ സമ്പത്തും പ്രാപിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിക്ഷേപമായിട്ട് പ്രാപിച്ചെടുക്കുക. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആത്മശക്തി ആർജിച്ച് നല്ല ആത്മശക്തി ഉള്ളവരായി തീരുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വഹിക്കുന്ന നിക്ഷേപപാത്രങ്ങളായി നമ്മൾ തീരുക. ഈ മൺപാത്രത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരുന്നത്. അത് വചനമനുസരിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് പ്രമാണമനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആത്മശക്തി നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.
അതെത്ര മനോഹരമായൊരു ക്രിസ്തു ജീവിതമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.